ഹായ് ഹലോ എല്ലാവർക്കും ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. റിവ്യൂവിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം ഒരു കാര്യം പറയട്ടെ. നമ്മുടെ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഡ്രിങ് 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 അങ്ങനെയുള്ള ശബ്ദമൊക്കെ ചിലപ്പോൾ കയറി വന്നെന്നിരിക്കും. അത് മറ്റൊന്നുമല്ല, നമ്മുടെ വീടോട് ചേർന്നിട്ടുള്ള ആ ഭാഗത്തൊക്കെ മരങ്ങൾ മുറിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ശബ്ദമാണ്. ഒരുപാട് സമയം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ മരങ്ങൾ മുറിക്കുന്നതൊന്ന് നിർത്താൻ. ഇപ്പോൾ ഈ സമയത്ത് അവർ ഫുഡ് കഴിക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. കുറച്ച് നേരം കൊണ്ട് അനക്കമൊന്നും കേൾക്കുന്നില്ല. ആ സമയത്താണ് ഞാനിപ്പോൾ വീഡിയോ ഇടാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ ഇടയ്ക്ക് അങ്ങനെയുള്ള ശബ്ദങ്ങൾ കയറി വരികയാണെങ്കിൽ ദയവായിട്ട് സ്കിപ്പ് ചെയ്തിട്ട് പോവരുത്, അല്ലെങ്കിൽ നിർത്തി വെച്ചിട്ട് പോവരുത്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ടൊരു കാര്യം, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് നിങ്ങളെ ആരെയും വിഷമിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ഗീതു പോവുകയാണ്. ഗീതുവിൻ്റെ സ്കൂട്ടിയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ വരുൺ ഇത് കാണുകയാണ്. അങ്ങനെ വരുൺ നേരെ കിഷോറിനെ ഫോൺ വിളിച്ച് അറിയിക്കുകയാണ് ഗീതു വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. അതിനുശേഷം കിഷോറിനോട് പറയുകയാണ്, സുവർണ അവിടെ തന്നെ ആ ഒരു ഗസ്റ്റ് ഹൗസിനകത്ത് സുവർണ ഒളിഞ്ഞു നിൽപ്പുണ്ട്. അതായത് നീയും ഗീതുവും വരുന്ന ആ ഒരു സമയം സുവർണ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ തമ്മിലുള്ള ആ പ്രണയ സല്ലാപങ്ങളൊക്കെ, അതായത് നീ അവളുമായിട്ട് ഇഴുകി ചേർന്നിട്ടുള്ള ആ സംഭവങ്ങളൊക്കെ സുവർണ വീഡിയോയിലാക്കും. അതിനുശേഷം നിങ്ങൾ അവിടെ നിന്ന് ഒരുമിച്ച് പോകുന്നതും സുവർണ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം വരുൺ പറയുകയാണ്, ഗീതു വന്നതുപോലെ ആവരുത്. പോകുന്ന സമയത്ത് അവളെ വസ്ത്രങ്ങൾ ചെറുതായെങ്കിലും ഒന്ന് ആടി ഉലഞ്ഞ് വേണം കിടക്കാൻ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കിഷോർ പറയുകയാണ്, ആ കാര്യമൊക്കെ എനിക്ക് വിട്ടേക്ക്. ഞാൻ ബാംഗ്ലൂർ വെച്ചിട്ടുള്ള ചില കണക്കുകളൊക്കെ എനിക്ക് തീർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വസ്ത്രങ്ങൾ ആടി ഉലഞ്ഞ് മാത്രമായിരിക്കില്ല കിടക്കുന്നത് എന്നിങ്ങനെ കിഷോർ പറയുകയാണ്. അതിനുശേഷം കിഷോർ പറയുകയാണ്, അപ്പോൾ തന്നെ നമ്മുടെ വരുൺ പറയുകയാണ്, കുറച്ച് കഴിയുമ്പോൾ, അതായത് കിഷോർ ചെന്ന് കുറച്ച് കഴിയുമ്പോൾ അമ്മയും ഞാനും അങ്ങോട്ടേക്ക് വരും. അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ ഗോവിന്ദ് സാറിനെയും അവിടെ വരുത്തും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് കിഷോർ പറയുകയാണ്, അങ്ങനെ ധൃതി പിടിച്ചൊന്നും നിങ്ങൾ വരണ്ട. നിങ്ങൾ വരുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഗീതുവിൽ ചില കർമ്മങ്ങളൊക്കെ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. ബാംഗ്ലൂർ വെച്ച് ഞാൻ തുടങ്ങി വെച്ച ആ ചില ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ എനിക്ക് പൂർത്തീകരിക്കണം. അതുകൊണ്ട് കുറച്ച് മെല്ലെ വന്നാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വരുൺ പറയുകയാണ്, താൻ എന്താഗ്രഹം വേണമെങ്കിലും പൂർത്തീകരിക്കാതിരിക്കുകയോ ചെയ്തോ, പക്ഷേ അമ്മ വരുന്നതിന് മുമ്പ് ആയിരിക്കണം. അമ്മ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും കൂട്ടു നിൽക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ കിഷോർ പറയുകയാണ്, അത് എന്താണെന്ന് വെച്ചാൽ മാഡം ഒരു പെണ്ണല്ലേ, അതുകൊണ്ടാണ് മാഡം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും കൂട്ടു നിൽക്കാത്തത്. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കുറച്ച് വൈകി വന്നാൽ മതി. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാം എന്നിങ്ങനെ കിഷോർ പറയുകയാണ്. അപ്പോൾ വരുൺ പറയാണ്, അങ്ങനെയാണെങ്കിൽ ആയിക്കോ, അപ്പോൾ ശരി എന്ന ശേഷം സ്ക്രീനിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിഷോർ അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം അജാസും ഗോവിന്ദും കൂടി ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുകയാണ്, ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ്. അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദിനെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഗോവിന്ദും അജാസും കൂടി ഹോസ്പിറ്റലിലേക്ക് ചെന്നിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ മുരളീകൃഷ്ണനെ കാണുകയാണ്. നമ്മുടെ രഞ്ജുവിനെ ചികിത്സിക്കുന്ന ഡോക്ടറാണ്, ഇവരുടെ കുടുംബ ഡോക്ടർ കൂടിയാണ്. അപ്പോൾ പുള്ളിക്കാരൻ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഗോവിന്ദ് പറയുകയാണ്, ഇവിടെ വിജയലക്ഷ്മി മാഡത്തിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്നറിഞ്ഞിട്ടാണ് വന്നത്. മാഡം ഞങ്ങളുടെ ഒരു ബന്ധുവാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഡോക്ടർ പറയണം, വിജയലക്ഷ്മി മാഡത്തിനെ ഇവിടെ അഡ്മിറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, മാഡത്തിനെ ഇപ്പം ഞാൻ കണ്ടിട്ട് കൂടിയില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, ഹോസ്പിറ്റലിൽ നിന്നും എന്നെ വിളിച്ച് ഹോസ്പിറ്റലിലെ റിസപ്ഷനിൽ നിന്ന് എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മയെ ഇവിടെ അഡ്മിറ്റ് ആക്കി എന്നും പറഞ്ഞിട്ട് കോൾ വന്നിട്ടുണ്ടായിരുന്നു. അത് പ്രകാരമാണ് ഞാൻ ഇവിടെ വന്നത് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് അതിനുശേഷം ഗോവിന്ദ് ചോദിക്കുകയാണ്, എന്താ രാധികാമ്മയെ ഇവിടെ അഡ്മിറ്റ് ആക്കിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഇല്ലല്ലോ, രാധികാമ്മയെ ഇവിടെ അഡ്മിറ്റ് ആക്കില്ല. പിന്നീട് ഗോവിന്ദിൻ്റെ ബന്ധുവാണെന്നും പറഞ്ഞിട്ട് ഒരു സ്ത്രീ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരെ ഇവിടെ ഞങ്ങൾ അഡ്മിറ്റാക്കി കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഇങ്ങനെ അജാസ് നിൽക്കുകയാണ്. അപ്പോൾ അജാസിൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരികയാണ്, അപ്പോൾ ഗോവിന്ദ് സാറിൻ്റെ അമ്മയെ അഡ്മിറ്റാക്കി എന്ന് പറഞ്ഞാണല്ലോ വിളിച്ചത്. അപ്പോൾ വിജയലക്ഷ്മി ഇവിടെ അഡ്മിറ്റ് ആയോ എന്നാണല്ലോ ഗോവിന്ദ് സാർ ചോദിച്ചത്. അപ്പോൾ ഗോവിന്ദ് സാറിൻ്റെ അമ്മയായിരുന്നു വിജയലക്ഷ്മി മാഡം എന്ന് ഇങ്ങനെ അജാസ് വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും കേട്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ അജാസിന് മനസ്സിലാവുകയാണ് ഗോവിന്ദിൻ്റെ അമ്മയാണ് വിജയലക്ഷ്മി എന്നുള്ള ആ ഒരു രഹസ്യം. അപ്പോൾ ഗോവിന്ദ് മനസ്സിൽ വിചാരിക്കുകയാണ്, അജാസ് മനസ്സിൽ വിചാരിക്കുകയാണ്, എന്നിട്ടെന്താ സാർ ഇത്രയും നാൾ ആരോടും അതൊന്നും പറയാതെ മൂടി വെച്ചത് എന്നിങ്ങനെ ആലോചിക്കുകയാണ്.
അപ്പോൾ നോക്കുമ്പോൾ ആ സമയത്ത് നമ്മുടെ വിലാസിനി അങ്ങോട്ടേക്ക് പാഞ്ഞു വരികയാണ്. വിലാസിനിയുടെ കയ്യിലൊരു ചായക്കപ്പൊക്കെ ഉണ്ട്. ചായ കുടിച്ചുകൊണ്ട് വരികയാണ് പുള്ളിക്കാരത്തി. ഓടി പാഞ്ഞു വരികയാണ്. എൻ്റെ മോനെ എന്നെ ഇവിടെ അഡ്മിറ്റാക്കി, ഞാനാ വിളിച്ച് പറഞ്ഞത് എൻ്റെ മോനോട് പറയാൻ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദന് വിലാസിനെ കാണുമ്പോൾ തന്നെ ആകെ ചളിയാവുകയാണ്. ഇഷ്ടമല്ലാതെ വരികയാണ് ഗോവിന്ദന്. അപ്പോൾ കാരണം വിലാസിനി നിൽക്കുന്ന രീതി അത് കണക്കാണ്. കയ്യിലൊക്കെ ചായയൊക്കെ കണ്ടിട്ടില്ല, ആ തണക്ക് വലിച്ച് കുടിച്ചുകൊണ്ടാണ് പുള്ളിക്കാരത്തി വരുന്നത്. അപ്പോൾ ഡോക്ടറോട് ഗോവിന്ദ് ചോദിക്കുകയാണ്, ഇവരെ ആയിരുന്നു ഇവിടെ അഡ്മിറ്റ് ആക്കിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ അജാസ് പറയുകയാണ്, ഇവർ ഗോവിന്ദ് സാറിൻ്റെ അമ്മയൊന്നുമല്ല, ഇവർ ഗോവിന്ദ് സാറിൻ്റെ അമ്മായിയമ്മയാണ്, ഭാര്യയുടെ അമ്മ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് വിജയലക്ഷ്മി പറയാണ്, പിടിക്കടാ ഈ ചായക്കപ്പ് പിടിക്കടാ എന്ന് പറഞ്ഞിട്ട് ചായക്കപ്പ് ഇങ്ങനെ അജാസിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം പറയാണ്, അതേ ഡോക്ടറെ, ഞാനേ ഈ നിൽക്കുന്ന മരുമോൻ്റെ അമ്മായിയമ്മയൊന്നുമല്ല, അമ്മായിയമ്മയാണെങ്കിലും അമ്മയേക്കാൾ സ്നേഹമാണ് എന്നോട് എന്നിങ്ങനെ പറയുകയാണ്. ഗോവിന്ദ് ഇങ്ങനെ ഒന്നും മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, ഇവരെ അബോധാവസ്ഥയിലായിരുന്നു ഇവിടെ കുറച്ച് ആളുകൾ ചേർന്ന് കൊണ്ടുവന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ്, എന്താ കാര്യം, നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഒരു വണ്ടി വിളിച്ച് വന്നാൽ പോരായിരുന്നോ, അല്ലെങ്കിൽ ഗീതുവിനോടോ പ്രേമോളോടോ പറഞ്ഞിരുന്നെങ്കിൽ ക്യാഷ് തരില്ലായിരുന്നോ ഹോസ്പിറ്റലിൽ വരാനായിട്ട്, എന്തിനാ നടന്നൊക്കെ വരാൻ പോയത്, അതുകൊണ്ടല്ലേ തലചുറ്റി വീണത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി പറയണം, എൻ്റെ മരുമോനെ എത്ര നാളുകൊണ്ട് ഈ രണ്ട് പെണ്ണുങ്ങളടുത്ത് മാറി ഞാൻ പൈസ ചോദിക്കുന്നുണ്ടെന്ന് അറിയാമോ, ഇവർ രണ്ട് പേരും എനിക്ക് തലവേദന എന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ചതാണ്. എന്താണെന്ന് വെച്ചാലേ, നാട്ടുകാരെന്തെങ്കിലും കടം മേടിച്ചുകൊണ്ട്, എൻ്റെ തലവേദനയല്ലേ എനിക്കത് ചികിത്സിച്ചല്ലേ മതിയാവൂ, അതുകൊണ്ട് ആരെയെന്നെങ്കിലുമൊക്കെ 10 പൈസ കടവും മേടിച്ചുകൊണ്ട് വന്ന് ഹോസ്പിറ്റലിൽ വരാമെന്ന് പറഞ്ഞ് വന്നതാണ്. ഇതേ കണ്ടില്ലേ ഞാൻ വന്ന വേഷം, ധർമാശുപത്രി പോകാമെന്ന് പറഞ്ഞിട്ട് സ്വർണ്ണങ്ങൾ പോലും ഉള്ളതിട്ടില്ല എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദന് നാണക്കേടാവുകയാണ്. അപ്പോൾ ഗോവിന്ദ് ഡോക്ടറോട് പറയണം, ഡോക്ടറെ, എനിക്ക് അർജൻറ്റായിട്ടൊരു സ്ഥലത്ത് പോകാനുണ്ട്, പിന്നെ ഇവർക്ക് എന്ത് ചികിത്സ വേണമെങ്കിലും കൊടുത്തോളണം, എന്ത് ചെക്കപ്പ് വേണമെങ്കിലും ചെയ്തു കൊടുത്തോളണം, ഇവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു കൊടുത്തോളണം, ചിലവെല്ലാം ഞാൻ വഹിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഡോക്ടർ പറയുകയാണ്, എനിക്ക് ഗോവിന്ദിനോട് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ ഗോവിന്ദ് ഡോക്ടർ കൂടെ ചെല്ലുകയാണ്. അപ്പോൾ ഡോക്ടർ ഗോവിന്ദിനോട് പറയുകയാണ്, നമ്മൾ ഈ വിലാസിനിയുടെ കുറച്ച് ചെക്കപ്പുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ബ്രെയിനിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്, ചെറിയൊരു കുമിളയുണ്ട് എന്നാണ് ഇങ്ങനെ ഡോക്ടർ പറയുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്ക് ഗോവിന്ദ് ഞെട്ടിത്തെരിച്ച് പോവുകയാണ്. ഗോവിന്ദിന് ആകെ ടെൻഷൻ ആവുകയാണ് അത് കേൾക്കുന്ന സമയത്ത്. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, പേടിക്കാനൊന്നുമില്ല, നമുക്ക് അതിൽ നിന്ന് കുറച്ച് ചുരണ്ടിയെടുത്ത് നമുക്ക് ലാബിൽ അയച്ച് ടെസ്റ്റൊക്കെ ചെയ്യേണ്ടി വരും എന്നൊക്കെയുള്ള രീതിയിൽ ഡോക്ടർ ഗോവിന്ദിനോട് സംസാരിക്കുകയാണ്. അതേസമയം നമ്മുടെ ഗീതു സ്കൂട്ടി കൊണ്ടുവന്ന് പുറത്ത് വെച്ചിട്ട് അകത്തേക്ക് കയറുകയാണ്. നമ്മുടെ ഗസ്റ്റ് ഹൗസിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഡോറ് തുറക്കുന്നു, അകത്ത് കയറുന്നു. ഗീതു നല്ല ടെൻഷനുണ്ട് ഗീതുവിന്. അപ്പോൾ ഇതെല്ലാം മറഞ്ഞു നിന്ന് നമ്മുടെ സുവർണ ഷൂട്ട് ചെയ്യുകയാണ്. അതേസമയം അതിന് തൊട്ട് പിന്നാലെ തന്നെ ആരാണ്, നമ്മുടെ കിഷോർ വരുന്നുണ്ട്. കിഷോറിൻ്റെ കാറ് പുറത്താണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് കള്ളനെ പോലെ ചുറ്റും നോക്കി, ഒന്നും അറിയാത്തതുപോലെ, അതായത് പ്ലാനിങ് ആണല്ലോ, കള്ളനെ പോലെ ഇങ്ങനെ ചുറ്റും നോക്കി പതുങ്ങി അങ്ങനെ അകത്തേക്ക് കയറുകയാണ്. എന്നിട്ട് ഡോർ ഇങ്ങനെ അടയ്ക്കുകയാണ്. അപ്പോൾ അകത്ത് കയറുന്നതിന് മുമ്പായിട്ട് സുവർണയെ കാണുന്നുണ്ട് കിഷോർ. എന്നിട്ട് സുവർണയെ കണ്ടിട്ട് ഇങ്ങനെ കൈ കാണിക്കുകയാണ് സുവർണ അജാസിന്. അങ്ങനെ എന്ത് ചെയ്യുന്നു, അജാസ് അകത്ത് കയറിയതിന് ശേഷം ഫ്രണ്ട് ഡോറിൻ്റെ വാതിൽ അകത്ത് നിന്ന് അങ്ങ് കുറ്റിയിടുകയാണ്. അതിനുശേഷം കിഷോർ ഇങ്ങനെ പമ്മി അകത്തേക്ക് കയറുകയാണ്. അതേസമയം ഗീതു ആകെ ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ ഇരിക്കുന്ന ഫ്ലവറൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കുകയാണ് ഗീതു. അങ്ങനെ ഗീത തിരിഞ്ഞ് നിന്ന് ഇതൊക്കെ ഓരോരോ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കിഷോർ പിന്നാലെ ചെന്നിട്ട് ഹലോ എന്നാക്കുകയാണ്. അപ്പോൾ ഗീത തിരിഞ്ഞ് നോക്കുമ്പോൾ കിഷോറിനെ കണ്ട് പേടിക്കുകയാണ്. ഗീത ചോദിക്കുകയാണ്, എന്താ നിനക്ക് ഇവിടെ കാര്യം, ഇറങ്ങിപ്പോടാ എന്നിങ്ങനെ പറയുമ്പോൾ കിഷോർ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ അങ്ങ് പോയാലെങ്ങനെ, നമ്മൾ തമ്മിൽ ചില കണക്കുകളൊക്കെ ബാക്കിയായിട്ടില്ലേ, എനിക്ക് നിന്നോട് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അന്ന് ബാംഗ്ലൂർക്ക് വെച്ച് നടക്കാതെ പോയ ചില ആഗ്രഹങ്ങൾ അത് ഇന്ന് നടത്തും, അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീതു ശരിക്കും ഭയന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതേ സമയത്ത് ഗീതു മനസ്സിൽ വിചാരിക്കേണ്ടത്, ഈശ്വര, ഗോവിന്ദ് കണ്ണേട്ടനെയും കാണുന്നില്ലല്ലോ, ഇനി എന്താവോ എന്തോ എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ കിഷോർ അടുത്ത് നിന്നിട്ട് പറയുകയാണ്, ഇന്നത്തതോടുകൂടി നീ എൻ്റെ പെണ്ണാവും, എനിക്ക് നന്നായിട്ടറിയാം, ഇത്ര നാളായിട്ട് നിന്നെ ഗോവിന്ദ് സാറ് ഒന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പുള്ളിക്കാരൻ ആഗ്രഹത്തോടു കൂടി നിന്നെ ഒന്നും നോക്കിയിട്ട് കൂടിയില്ല, അപ്പോൾ നീ എൻ്റെ പെണ്ണാണ് എല്ലാ അർത്ഥത്തിലും. ഇന്ന് ഈ
വീടിനുള്ളിലെ ആ വാതിൽ തുറക്കുമ്പോഴത്തേക്കിനും നീ എൻ്റേതായി കഴിഞ്ഞിരിക്കും, പിന്നെ നിൻ്റെ ആവശ്യമായിരിക്കും എന്നെ സ്വന്തമാക്കുക എന്നത് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഗീതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഗീതുവിനെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുകയാണ്. ഗീതു എന്ത് ചെയ്യുന്നോ, ഗീതു പിടിച്ച് ഒറ്റ തള്ളു കൊടുക്കുകയാണ് നമ്മുടെ കിഷോറിന്. എന്നിട്ട് ഗീതു ഓടി രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുകയാണ്. കിഷോർ ഒരു രക്ഷയില്ല, ഗീതുവിൻ്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ നല്ലൊരു പിടിവലിയൊക്കെ നടക്കുകയാണ്. അതിനുശേഷം കിഷോറിനെ വലിച്ചെറിഞ്ഞിട്ട് ഗീതു മുകളിലത്തെ നിലയിലേക്ക് ഓടിപ്പോവുകയാണ്. സ്റ്റെപ്പ് കയറി ഓടി പോവുകയാണ് ഗീതു. അതിൻ്റെ പിന്നാലെ കിഷോറും വച്ച് പിടിപ്പിക്കുകയാണ്. അതേ സമയത്ത് വരുൺ വരികയാണ്. വരുണിനെ കണ്ടിട്ട് സുവർണ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ സുവർണ പറയുകയാണ്, അകത്ത് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ക്ലീൻ ആയിട്ടുണ്ട്, ഇനി കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഗോവിന്ദ് സാറും കൂടി എത്തിയാലേ കാര്യം നടക്കുള്ളൂ, ഇപ്പോഴേ ഗോവിന്ദ് സാറിനെ വിളിച്ചാലേ സമയത്ത് ഗോവിന്ദ് സാർ എത്തത്തുള്ളൂ, വിളിക്കാൻ പറയുകയാണ്. അങ്ങനെ വരുൺ കുറേ സമയം ഗോവിന്ദിനെ വിളിക്കാനായിട്ട് ട്രൈ ചെയ്യുകയാണ്. എന്നിട്ട് വരുൺ പറയുകയാണ്, ഗോവിന്ദേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ തന്നെ നോക്കുമ്പോൾ രാധികാമ്മയുടെ കോൾ വരികയാണ്. അപ്പോൾ രാധികാമ്മയുടെ കോൾ വരുമ്പോഴത്തേക്ക് വരുൺ അറ്റൻഡ് ചെയ്യുകയാണ്. വരുൺ പറയണേ, എന്താ അമ്മേ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാനും സുവർണയൊക്കെ പുറത്തുണ്ട്, സുവർണ ആദ്യത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, കിഷോർ അകത്തേക്ക് പോയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് രാധികാമ്മ പറയുകയാണ്, വരുൺ, നമ്മുടെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള വീഴ്ചയും വരാൻ പാടില്ല, ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങ് എത്തിക്കോളാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വരുൺ പറയണ, അമ്മ അത്ര വിപ്രാളപ്പെട്ട് വരുമെന്നും വേണ്ട, ഗോവിന്ദേട്ടനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ രാധികാമ്മ പറയുകയാണ്, എന്തായാലും അങ്ങനെ എടുക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നീ വീണ്ടും ശ്രമിക്കുക, കണ്ണനെ വിളിച്ച് എത്രയും പെട്ടെന്ന് വിളിച്ച് വരുത്തണം. ഇനി അഥവാ കണ്ണനെ വിളിച്ചിട്ട് കണ്ണൻ ഫോൺ എടുക്കുന്നില്ലെങ്കിൽ അതൊന്നും കാര്യമാക്കണ്ട, നീയും സുവർണയും കൂടെ നേരെ അകത്തേക്ക് കയറി ചെല്ല്. അതിനുശേഷം കിഷോറിനെ അവിടെ നിന്ന് പോകാൻ സമ്മതിക്കാതെ തടഞ്ഞു വെക്കുന്ന രീതിയിൽ ആ ഒരു രീതിയിൽ ഡ്രാമ നടത്തിയാൽ മതി, ഗോവിന്ദ് വന്ന് കണ്ടതിന് ശേഷം മാത്രം കിഷോറിനെ പുറത്ത് വിട്ടാൽ മതി എന്നിങ്ങനെ പറയേണ്ട രാധികാമ്മ. എന്നിട്ട് രാധികാമ്മ പറയാണ്, അല്ലെങ്കിൽ തന്നെ കിഷോറിനെ അധിക സമയം അകത്ത് നിർത്തി ഡോറ് ലോക്ക് ചെയ്യിച്ച് നിർത്തിയിരിക്കുന്നത് ശരിയല്ല, അവനാൾ നമ്മൾ വിചാരിക്കുന്ന ടൈപ്പൊന്നും അല്ല, അവൻ അവളോട് മോശമായിട്ട് പെരുമാറാനും മടിക്കില്ല, അത്ര വൃത്തികെട്ടവനാണ് അവൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നീട് അത് വലിയ വിഷയമാവും, ഗീതു അവനെ വെറുതെ വിടില്ല, ഗീതു അടങ്ങിയിരിക്കത്തുമില്ല, അപ്പോൾ അതിൻ്റെ പിറകിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, അതുകൊണ്ട് അവനെ അവളെ തൊടാൻ അനുവദിക്കരുത് എന്നുള്ള രീതിയിൽ രാധികാമ്മ പറയുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ വരുണിൻ്റെ ഫോൺ ബാറ്ററി ചാർജ് തീർന്ന് ഓഫ് ആവുകയാണ്. അപ്പോൾ വരുൺ പറയണേ, ഫോൺ ഓഫായി പോയല്ലോ, ഇനിയിപ്പോൾ ഗോവിന്ദേട്ടനെ എങ്ങനെ വിളിക്കാനാണ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം നമ്മുടെ എന്താ പറയുന്നത്, അകത്തേക്ക് ചീറി പാഞ്ഞ് ചെല്ലുകയാണ് നമ്മുടെ കിഷോർ ഓരോ റൂമുകളിലായിട്ട് പോയി നോക്കുന്നുണ്ട്. പക്ഷേ ആ റൂമുകളിലൊന്നും ഗീതുവിനെ കാണുന്നില്ല. അങ്ങനെ കിഷോർ ഇങ്ങനെ എന്താ പറയുന്നത്, വെറി പിടിച്ച കാട്ടാനെ പോലെ ഇങ്ങനെ നടക്കുകയാണ്, എല്ലായിടത്തും പോയി തപ്പുന്നു, പരിശോധിക്കുന്നു ഒക്കെ ചെയ്യാണ്. അതിനുശേഷം നോക്കുമ്പോഴത്തേക്ക് ഒരു വാതിലിങ്ങനെ തുറക്കുകയാണ്. പുള്ളിക്കാരൻ ചൂളടിച്ചടിച്ചൊക്കെയാണ് നടക്കുന്നത്. അതിനുശേഷം പുള്ളിക്കാരൻ ഒരു വാതിലിങ്ങനെ തുറക്കുമ്പോഴത്തേക്ക് ഗീതു ഇങ്ങനെ ഇരിക്കുകയാണ്, ബെഡിൽ അങ്ങോട്ട് നോക്കി ഇരിക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ കിഷോറിന് ഭയങ്കര ഹാപ്പി ആവുകയാണ്. കിഷോർ പറയാണ്, നീ ഇവിടെ തന്നെ വന്നിരിക്കുകയായിരുന്നു അല്ലേ, ഇനിയിപ്പോൾ എന്തായാലും ഇരുന്നല്ലേ മതിയാവൂ, ഒരുപാട് കാലത്തെ എൻ്റെ ആഗ്രഹമാണ് മോളെ ഇന്ന് ഇവിടെ സഫലമാവാൻ പോകുന്നത്. ഞാൻ നിന്നോട് നേരത്തെ തന്നെ പറഞ്ഞതല്ലേ, ബാംഗ്ലൂർ വെച്ചിട്ട് പ്രത്യേകിച്ച് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, നീ എൻ്റെ ഭാര്യയായിട്ട് തുടർന്നു, അതേസമയം അവർണിക മറ്റൊരു സ്ഥലത്ത് എൻ്റെ ഭാര്യയായിട്ട് തുടരും, നീ മറ്റൊരു സ്ഥലത്ത് എൻ്റെ ഭാര്യയായിട്ട് തുടങ്ങും, അങ്ങനെ 2 സ്ഥലത്തായിട്ട് 2 ഭാര്യമാർ, ആ രീതിയിൽ നിന്നെയും അവളെയും ഒരേ സമയത്ത് കൊണ്ടുപോകാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അപ്പോൾ നിനക്ക് ഭയങ്കര കുഴപ്പമായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇന്ന് നീ എൻ്റേതാവും, ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നീ എൻ്റെ അടുത്തുനിന്ന് മാറിയേയില്ല എന്നും പറഞ്ഞിട്ട് പറയുകയാണ്. ഇന്ന് വരെ എനിക്ക് നന്നായിട്ടറിയാം, ഇതുവരെ നീ ഫ്രഷ് ആണെന്ന് എനിക്കറിയാം, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് 2 പേർക്കും മാത്രമുള്ളതാണ്, ഇനി നീ എതിർത്താലൊന്നും അതെനിക്കൊരു പ്രശ്നമില്ല എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ ബെഡിൽ ഇങ്ങനെ കൈ പിടിച്ച് ഞെരിച്ച് ഓടച്ചിരിക്കുകയാണ് പുള്ളിക്കാരത്തെ. സംഭവം ഗീതു ഇട്ടിരിക്കുന്ന അതേ ഡ്രസ്സ് ഇട്ട് വന്ന് അവിടെ ഇരിക്കുന്നത് നമ്മുടെ അവർണികയാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഫേസ് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷേ നമുക്കത് കാണുമ്പോൾ അറിയാം അവർണികയാണ് അവിടെ ഇരിക്കുന്നത്, തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കിഷോറിന് മുഖമൊന്നും കാണുന്നില്ല. അപ്പോൾ കിഷോർ ചോദിക്കണേ, എന്താ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നീ ഒന്നും പറയാത്തത്, എന്തെങ്കിലും പറയേ ഗീതു പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. നീ എൻ്റേതാവാനുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അനാവശ്യ സംസാരങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് ബാക്കിൽ വന്നിട്ട്, ഗോവിന്ദ് വരുന്നൊരു വരവുണ്ട്, കാണാൻ ഭയങ്കര രസമാണ് ഗോവിന്ദ് വരുന്നത് കാണാൻ. എന്നിട്ട് ഗോവിന്ദ് ചോദിക്കണം, ഞാൻ പറഞ്ഞാൽ മതിയോ
ഉത്തരം ഞാൻ പറഞ്ഞാൽ മതിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പേടിച്ച് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുകയാണ് നമ്മുടെ കിഷോർ. നോക്കുമ്പോൾ ഗോവിന്ദിനെ കാണുമ്പോഴത്തേക്ക് കിളി പോവുകയാണ് കിഷോറാണ് അത് ഗോവിന്ദ് സാർ ഞാൻ തെറ്റുകാരനല്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ എന്താ പറയുന്നത്, ഒരു സൈഡ് കൊണ്ട് ചെരിഞ്ഞുള്ളൊരു ചിരിയും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുന്നത്, ഒരു തീക്ഷണതയോടുകൂടിയുള്ളൊരു നോട്ടമൊക്കെ ആയിട്ട് ഗോവിന്ദ് ഇങ്ങനെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ സാർ ഞാൻ തെറ്റുകാരനല്ല, ഞാനല്ല, എന്നോട് മാഡമാണ് പറഞ്ഞത് ഇവിടെ വരാൻ പറഞ്ഞതും മാഡം പറഞ്ഞത് പ്രകാരമാണ് ഞാൻ ഇങ്ങനെയൊക്കെ എന്നും പറഞ്ഞിട്ട് കിഷോർ തടി തപ്പാനായിട്ട് നോക്കുകയാണ്. അപ്പോഴത്തേക്ക് ഗോവിന്ദ് ചോദിക്കുകയാണ് ഏത് മാഡം എന്നിങ്ങനെ ചോദിക്കുകയാണ് കിഷോറിനോട്. ഏത് മാഡം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ കിഷോർ ഇങ്ങനെ വിരൽ ചൂണ്ടുകയാണ്. ഗീതു ആണെന്ന് സങ്കല്പിച്ചിട്ട് അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് അവർണികയാണ് അത് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ മാഡം എന്ന് കാണിക്കുകയാണ്, വിരൽ ചൂണ്ടി കാണിക്കുകയാണ്. ആ മാഡോ എന്നിങ്ങനെ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്. കിഷോർ ഇങ്ങനെ ആകെ പേടിച്ച് അരണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കഴിയാണ്. നാളത്തെ എപ്പിസോഡെന്ന് പറഞ്ഞാൽ ഒരു യമണ്ടൻ എപ്പിസോഡാണ്. ആരും മിസ് ചെയ്യരുത്, എല്ലാവരും കാണണം. ഒരു അടിപൊളി എപ്പിസോഡാണ് നാളത്തെ എപ്പിസോഡ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ള എന്താണെന്ന് വെച്ചാലേ, ഇതുവരെ ആരെങ്കിലും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ, ആരോടും ഞാൻ കൂട്ടുകൂടുന്നതല്ല. അത് മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പപ്പോഴായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നെ ഒരു പ്രത്യേക കാര്യമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് തരണം. ലൈക്കിന് പൈസയൊന്നും കൊടുക്കണ്ടല്ലോ. അപ്പോൾ എന്താ പറയുന്നത്, ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് കാണാം. എന്തായാലും മരം മുറിക്കുന്ന ശബ്ദമൊന്നും ഇതിൻ്റെ ഇടയ്ക്ക് കയറി വന്നില്ല, അത് വലിയ സന്തോഷമുണ്ട്. എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ, അതായത് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഇട്ടെറിഞ്ഞിട്ട് എപ്പോഴേ പോകുമായിരുന്നു. എന്തായാലും ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. എല്ലാവരും കാത്തിരുന്നോളണം. അപ്പോൾ ബൈ.